ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സർവേയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിന്റെ ഡിസ്കഷൻ്റെ 2 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് 2 ആണ്. അപ്പോൾ അത് സാറ് ഓൾറെഡി നമ്മുടെ കോമേഴ്സ് സർവേയുടെ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള പ്രോബ്ലംസ് എല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ആൻസേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിപ്പോൾ ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, നിങ്ങൾക്ക് കീ ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് വായിക്കാം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ചെയ്ത് നോക്കുക. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ വേറെ വീഡിയോസ് ആപ്പിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സാറിനോട് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ സാറിന്റെ 2 ക്ലാസ്സുകൾ എന്തായാലും കണ്ടോളൂ കോമ്പസ് സർവേ. അതിനു മുമ്പ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ സർവേയിൽ പറഞ്ഞാല് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. ഓക്കെ, 45th question. An instrument used to direct measurements which resembles the shape of a watch. ഇത് ഏതാണ്? ഓട്ടോമാറ്റിക്കലി കൗണ്ട്സ് ദി നമ്പർ ഓഫ് പേസസ്. നമ്മൾ പെഡോമീറ്റർ ആണ് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇത് ഏതാ വരുന്നത്? വാച്ച് ലൈക്ക് ഇൻസ്ട്രുമെന്റ് എന്ന് വരുന്നത് ഏതാ വരുന്നത്? അത് പാസോമീറ്റർ ആണ് കേട്ടോ. പാസോമീറ്റർ ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ഫയലിൽ കറക്റ്റ് ചെയ്യുക. അത് പാസോമീറ്റർ ആണ്. പിന്നെ ഏതാണ് നമ്മൾ അതുപോലെ ഡൗട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? ഇന്നലെ ഡൗട്ട് പറഞ്ഞായിരുന്നല്ലോ. ഇതും സിറ്റി സർവേ ആണ് ഇതിന്റെ ആൻസർ. മുമ്പ് PSC നടത്തി, അതായത് വിച്ച് സർവേ ഈസ് കാരിഡ് ഔട്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, വാട്ടർ സപ്ലൈ സിസ്റ്റം, സീവർ, അതൊക്കെ എടുക്കുന്നത്, അതിന്റെ കീ എടുക്കുന്നത് സിറ്റി സർവേ ആണ് കേട്ടോ. അതില് ഡൗട്ട് ഒന്നും വേണ്ട. സിറ്റി സർവേ ആണ് അതിന്റെ ആൻസർ വരുന്നത്. 69. വിച്ച് സർവേ ഈസ് കാരിഡ് ഔട്ട് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, വാട്ടർ സപ്ലൈ സിസ്റ്റം ആൻഡ് സീവർ, ദാറ്റ് ഈസ് സിറ്റി സർവേ. എഞ്ചിനീയറിംഗ് സർവേ അല്ല, അതിന്റെ കീ എടുക്കുന്ന സിറ്റി സർവേ ആണ്. അത് ശ്രദ്ധിച്ചോളൂ. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലായിരുന്നു? ഏതായിരുന്നു? ഒരു പാസോമീറ്ററിന്റെയോ ഒരു ഇത് വരുന്നേ 45 ആയിരുന്നു തോന്നുന്നു ക്വസ്റ്റ്യൻ നമ്പർ. അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്, പാസോമീറ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്. പാസോമീറ്റർ തന്നെയാണോ ആൻസർ? അത് പാസോമീറ്റർ തന്നെയാണ് കേട്ടോ. നമ്മൾ പെഡോമീറ്റർ എന്നാ പറഞ്ഞത്. നിങ്ങളാ സർവേയുടെ പേജ് നമ്പർ ഏതാണ്? പഴയ റാങ്ക് ഫയലാണെന്ന് വെച്ചാൽ സെക്കൻഡ് പേജ് ആണ് വരുന്നത്. പാസോമീറ്റർ പേസിങ് നമ്മൾ ഏതാ മാർക്ക് ചെയ്തത്? പെഡോമീറ്റർ ആണ്. പെഡോമീറ്റർ എന്താ എഴുതിയിരിക്കുന്നത്? രജിസ്റ്റർ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. കറക്റ്റ് ഡിസ്റ്റൻസ് ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഈ ക്വസ്റ്റ്യനിൽ എന്താ എഴുതിയിരിക്കുന്നത്? An instrument used to direct measurement which resembles the shape of a watch and automatically counts the number of paces ആണ് അവിടെ കൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഓർഡറിൽ നോക്കി കഴിഞ്ഞാൽ പേസിങ്ങിൽ നമ്മൾ നടന്നു നോക്കിയിട്ട് നമ്മൾ തന്നെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാണ് വരുന്നത്. എന്നിട്ട് അതിനെ നമ്മുടെ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടാ ചോദിച്ചത്. ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യുന്നത് ഏതാ? പാസോമീറ്ററിന്റെ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ്സ് ദി നമ്പർ ഓഫ് പേസസ്. അത് എവിടെ കിടക്കുന്നത്? പാസോമീറ്ററിലാണ്. ഓക്കെ, നമ്പർ ഓഫ് പേസസ് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യുന്നത് പാസോമീറ്റർ ആണ്. പെഡോമീറ്ററിൽ വരുന്നത് കറക്റ്റ് നമ്മുടെ പേസിങ്ങിന്റെ ആ ഡെപ്തും ആ 80 സെന്റിമീറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ വെറുതെ നടന്നാൽ മതി, നമുക്ക് ആൻസർ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? പാസോമീറ്ററിൽ ആ സ്റ്റെപ്പിന്റെ എണ്ണാണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചോളോ. പിന്നെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞു നിർത്തിയതോ? ഇത് 100 തന്നെയാണ്. ഇത് 100 മീറ്റർ സ്ക്വയർ തന്നെയാണ്. പിന്നെ ഏതാണ് ഇന്നലെ ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്നലെ അതുപോലെ ഡൗട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു ക്വസ്റ്റ്യൻ. അത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതല്ലാതെ ഒരെണ്ണം കൂടി ചോദിച്ചായിരുന്നല്ലോ. ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു. ഒരു റെക്കഗ്നൈസർ സർവേ. അതെ. ഫീസിബിലിറ്റി ആൻഡ് റഫ്, അത് എത്രാം ദിവസമായിരുന്നു? കണ്ടില്ലല്ലോ അത്. ഫീസിബിലിറ്റി ആൻഡ് റഫ് കോസ്റ്റ് ഓഫ് ദി സർവേ എന്ന് വരുന്നത് അത് റെക്കഗ്നൈസർ സർവേ ആണ്. അത് കറക്റ്റ് നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരിക്കും കേട്ടോ. സാർ അന്ന് ക്ലാസ് എടുത്താലും പറഞ്ഞിട്ടുണ്ട്. അത് ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു എന്ന് നോക്കിയേക്ക്. 47. Which type of survey determines the feasibility and the rough cost of the
സ്കീം. എഞ്ചിനീയറിംഗ് സർവേയുടെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ് 3 ടൈപ്പ് സർവേസ്. ഏതൊക്കെയായിരുന്നു? റെക്കഗ്നൈസേഷൻ സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ലൊക്കേഷൻ സർവേ. ഓക്കെ, അതിൽ റെക്കഗ്നൈസേഷൻ സർവേയിൽ കിടക്കുന്ന കീവേഡ് ആണ് വരുന്നത് ടു ഡിറ്റർമിൻ ദി ഫീസിബിലിറ്റി ആൻഡ് റഫ് കോസ്റ്റ് ഓഫ് ദി സ്കീം. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അത് റെക്കഗ്നൈസേഷൻ സർവേയിലാണ് വരുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തത് മാറിയിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ക്ലാസ്സുകൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോളൂ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ചെയ്യും. ഓക്കെ, സോ റെക്കഗ്നൈസേഷൻ സർവേ ആണ് വരുന്നത്. അത് ആൻസർ. ദെൻ പിന്നെ പ്രിലിമിനറി സർവേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വാട്ട് ഈസ് പ്രിലിമിനറി സർവേ? ടു കളക്ട് മോർ പ്രഷ്യസ് ഡാറ്റ. അഡീഷണൽ ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാനാണ് നമ്മൾ പ്രിലിമിനറി സർവേ ചെയ്യുന്നത്. ദ ലൊക്കേഷൻ സർവേ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ സെറ്റിംഗ് ഔട്ട് ദി വർക്ക് ഓൺ ദി ഗ്രൗണ്ട്. അതാണ് അതിന്റെ കീവേഡ്സ്. ആ സെന്റൻസുകൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഞാൻ കോമ്പസ് പറഞ്ഞു പോവാം. വേഗം വേഗം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയാന്നുള്ളതൊക്കെ. നമ്മൾ എവിടെ വരെ പറഞ്ഞായിരുന്നല്ലോ. ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കൺഫേം ചെയ്യോ? ഏതാണ്? ഫിഫ്തോ? ആറാമത്തെ. ഓക്കെ. The magnetic bearing of a line is south 61 degree 45 minute east and declination is 3 degree 15 minute west. What is its true bearing? Sixth question answer AN അല്ലേ വരുന്നത്. ചെയ്ത് നോക്കിയോ നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാറ്? എന്നോട് വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ആൻസർ ബി ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരുന്നത്, അതുകൊണ്ടാ ചോദിച്ചേ. ബിയോ? നമ്മൾ എ ആണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോറി, ഞാൻ ബി ആ മാർക്ക് ചെയ്ത്, അതുകൊണ്ട് ചോദിച്ചു. എ ആണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ സാറ് കോമ്പസ് സർവേയുടെ അടുത്ത ക്ലാസ് വയ്ക്കുമ്പോൾ അതിൽ ചോദിക്കാം. ഇപ്പൊ എനിക്ക് ഇതിൽ വരയ്ക്കൽ എളുപ്പമല്ല, എൻ്റെ ബോർഡില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കീ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. അപ്പൊ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ സാറോട് ചോദിക്കുക. ഓക്കെ, ഇത് കറക്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. 61 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. സൗത്ത് 65 ഡിഗ്രി തന്നെയാണ് അത് ആൻസർ വരുന്നത്. ആരെങ്കിലും ചെയ്തു നോക്കിയായിരുന്നോ അത്? ചെയ്തു നോക്കിയോ ആ പ്രോബ്ലം? ചെയ്ത് നോക്കുക കേട്ടോ, അത് കിട്ടും. ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് 180 ഡിഗ്രീസ് മാർക്ക്. അതൊക്കെ നമ്മൾ ചെയ്തതല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആന്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് MNOP ഈസ് എ സ്ക്വയർ ഫോർ ബെയറിംഗ് ഓഫ് ലൈൻ MN is equal to 290 ഡിഗ്രി. ദെൻ ബാക്ക് ബെയറിംഗ് ഓഫ് ലൈൻ PM ഈസ്. എങ്ങനെ ചെയ്യാം അറിയോ? ഇതെന്താണ്? സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ MNOP സ്ക്വയർ ആണ്. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. എങ്ങനെയാ വരയ്ക്കേണ്ടി വരിക? MNOP ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. എന്നാലും ഇതിന്റെ ആൻസർ ശരിക്കും കിട്ടുള്ളൂ. സോ ഇവിടെ M വരും, പിന്നെ ഇവിടെ N വരിക. ആന്റി ക്ലോക്ക് വൈസ് ആണ്, അപ്പൊ റിവേഴ്സ് ഡയറക്ഷനിലാണ് നമുക്ക് സ്ക്വയർ മാർക്ക് ചെയ്യേണ്ടി വരിക. MNOP. ഓക്കെ, ദെൻ നമുക്ക് തന്നിരിക്കുന്നത് ബെയറിംഗ് ഏതാണ്? ബെയറിംഗ് ഓഫ് ലൈൻ MN എന്ന് പറഞ്ഞ ലൈനിന്റെ ബെയറിംഗ് ആണ് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? 290 ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ നോർത്ത് സൗത്ത് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. സോ ഇവിടെ തൊട്ട് ഇവിടെ നോർത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ നോർത്ത് ഉണ്ടായിരിക്കും. സോ നോർത്തിൽ നിന്ന് MNന്റെ ഫോർ ബെയറിംഗ് ആണ്. അപ്പൊ ഇതാണ് ലൈൻ വരുന്നത്. സോ ഈ ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് 290 ആയിരിക്കും അല്ലേ? മനസ്സിലായോ? അത് കറക്റ്റ് ആയോ? മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് 290 വരിക. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബാക്ക് ബെയറിംഗ് ഓഫ് PM. ഈ PMന്റെ ഇതാണ് ഫോർവേഡ് ഡയറക്ഷനിൽ ഇത് വരിക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ്, അതായത് ബാക്ക് ബെയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ കിട്ടുക? ഈ ഇവിടം വരെ എന്തായാലും 290 എന്നറിയാം. സോ ഈ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും പോർഷൻ, അതായത് PMന്റെ ബാക്ക് ബെയറിംഗ് കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഒന്നാമത് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതായത് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ 290 ആണ് അല്ലേ? ഈ PMന്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് വരിക. ഈ ഒരു പോർഷൻ ആണ് വരുന്നത്. ഈ യെല്ലോ മാർക്ക് ചെയ്ത ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് PMന്റെ ബാക്ക് ബെയറിംഗ് ആയിട്ട് വരിക. അപ്പൊ അതെങ്ങനെ കിട്ടുക?
ഓൾറെഡി ഇവിടം വരെ 290 ആണ്. 290 minus 180. 290 മൈനസ് 90 ഇവിടം വരെ 90 ആണ്. ഇവിടം വരെ നിങ്ങൾക്ക് സ്ക്വയർ ആണെന്ന് അറിയാം. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് 290 ഇതിപ്പോ നമ്മൾ വരച്ചതിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. 290 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പി എമ്മിന്റെ ബാക്ക് ബെയറിംഗ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരിക? 290 മൈനസ് 90 ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ 200. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഈ വരയ്ക്കണത് എനിക്ക് ഈ ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് വരച്ചാൽ അത് ഡൗട്ട് ആവും. ഞാനത് മാച്ച് കളിയാണ്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. MNOP എന്ന് പറഞ്ഞിട്ടൊരു റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ആംഗിൾ ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഏതാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. 10th question. This smaller horizontal angle between true meridian and survey line is known as ഏതാണ്? അസിമുത്ത്, ഡിക്ലിനേഷൻ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ അസിമുത്ത്. ഇനി അടുത്തത് 11th question. The whole circle ബെയറിംഗ് എന്താ? ബെയറിംഗ് എന്താ? ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു മെറിഡിയൻ കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ. അത് ഓരോന്നിന്റെ ഡെഫിനേഷൻസ് നിങ്ങൾ ക്ലാസ് കണ്ടാൽ അതിലുണ്ടാവും. ക്ലാസ് കാണുന്നില്ല, ക്ലാസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുക, അതിലുണ്ട് എല്ലാം. ഓക്കെ. കറക്റ്റ് അതിന്റെ സെന്റൻസുകൾ തന്നെയാണ് എടുക്കുന്നുണ്ടാവുക, അത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് ദി വോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് WCB തന്നിരിക്കുന്നത് 120 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ റെഡ്യൂസ് ബെയറിംഗ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. അത് ഏത് ക്വാഡ്രന്റിലായിരിക്കും വരിക? ഏതാണ് വരിക? സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ. ഏത് ക്വാഡ്രന്റിലാണ് അത് എടുക്കുന്നത്? ഏതിലാ? അറിയാത്തവരുണ്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് പറയണ്ടല്ലോ? വേണ്ട. ഓക്കെ. അടുത്തത് 12th question. ഇഫ് ബെയറിംഗ് ഓഫ് AB എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്, ദെൻ ബെയറിംഗ് ഓഫ് BC എന്ന് പറയുന്നത് 300 ഡിഗ്രി, ദെൻ ആംഗിൾ ABC ഈസ്. സോ ഇത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വരച്ചു നോക്കിയേ. നിങ്ങള് ഒന്ന് വരച്ചു നോക്ക്. സോ നമുക്ക് കറക്റ്റ് ABC എന്ന് പറയുന്നത് ഞാനിപ്പോ മാർക്ക് ചെയ്യാണ്. നിങ്ങൾ വരച്ചു നോക്കിയിട്ട് ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ പറയാം കേട്ടോ. ഓപ്ഷൻ എ മാർക്ക് ചെയ്യാണ് ഞാൻ. 80 ഡിഗ്രി ആണ് അത് വരിക. അത് നിങ്ങൾക്ക് വരച്ചു നോക്കിയാലാണ് മനസ്സിലാവുക. AB എന്ന് പറയുന്നത് 40 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ BC എന്ന് പറയുന്നത് അങ്ങോട്ട് മുകളിലേക്ക് വരും അത്. അപ്പൊ അത് 300 ഡിഗ്രി മാർക്ക് ചെയ്യുക. ദെൻ ആ കറക്റ്റ് ആംഗിൾ എത്രയാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അത് വരുന്നത് 80 ഡിഗ്രിയാണ് വരുന്നത് കേട്ടോ. അത് നിങ്ങൾ നോക്കി ചെയ്യുക. ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. എയും ബിയും സിയും വരയ്ക്കണം. അതിന്റെ ആംഗിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. നിങ്ങൾക്ക് കിട്ടും, എളുപ്പമാണ്. ഓക്കെ. ഇനി അടുത്തത് 13th question. ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സാർ പറഞ്ഞതല്ലേ 13th question? 3 ഡിഗ്രി ഈസ്റ്റ് അല്ലേ? നോർത്ത് 88 ഡിഗ്രി ഈസ്റ്റും അതുപോലെ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് 89 ഡിഗ്രി ഈസ്റ്റ് വരുമ്പോൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 3 ഡിഗ്രി ഈസ്റ്റ് കണ്ടായിരുന്നോ ക്ലാസ് നിങ്ങള്? അതിൽ പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? ചെയ്തതാണ്. ഓക്കെ. 3 ഡിഗ്രി ഈസ്റ്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ദെൻ 14th question. A freely floating needle slightly gets inclined to the horizontal anywhere except on the equator. It is called. ഏതാണ് വരിക? ആ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ഡിപ്പ്. ഓപ്ഷൻ എ ഡിപ്പ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ഡിപ്പ്. Then 15th question. Isogonic lines are the lines having same എന്ത് സെയിം ആയിട്ടുള്ള ഡിക്ലിനേഷൻ. ഓപ്ഷൻ സി ഡിക്ലിനേഷൻ. Then 16th question. ABCD it is a square. Then AB എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഹെൻസ് ബെയറിംഗ് ഓഫ് DC ഈസ്. ഇതൊക്കെ ആയിരുന്നോ? ഇതും 40 ഡിഗ്രി തന്നെയാണ് കേട്ടോ വരിക. ഒരു സ്ക്വയർ വരയ്ക്കുക, അതിൽ ABയുടെ ബെയറിംഗ് മാർക്ക് ചെയ്യുക. അത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ അതും 40 ഡിഗ്രി തന്നെയാണ് വരിക കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. പ്രോബ്ലംസ് ഉള്ളത് ഞാൻ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. നിങ്ങൾ ആ പ്രോബ്ലംസ് ഉള്ളതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ചെയ്യാത്തത്, സാർ ക്ലാസ്സിൽ ചെയ്യാതിരുന്നത് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മാർക്ക് ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആണ്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. ദെൻ
17th question. The box of prismatic compass, it is made of ഏതാണ്? Steel, brass, iron, aluminum. Brass. Option B, brass. Then 18th question. If n is the number of sides, then total number of included angle of a closed traverse. ഏതാണ് വരിക? Included angles ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ വരിക? Option C, 2n minus 4 into 90 degree. Exterior angles ആണെങ്കിലോ 2n plus 2n plus 4 into 90 degree. 9. Okay. അടുത്തത് 19th question. The wall circle bearing of the line AB, AB is 269 degree, comma അല്ല കേട്ടോ അത് 269 degree 30 minute. Then the azimuth of the line is, that is option D. Option D ആണ് വരുന്നത് 90 degree. ഇത് കോമ അല്ല കേട്ടോ, ഇതിന്റെ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 90 degree 30 minute ആണ് കേട്ടോ. Then next question, 20th question. In the prismatic compass, ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. In the prismatic compass, the magnetic needle എന്തായിരുന്നു പറഞ്ഞത്? പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്താണ് കണ്ടീഷൻ വരുന്നത്? സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണത്. ഒന്ന് വായിച്ചു നോക്കിയേ. മാഗ്നറ്റിക് നീഡിൽ മൂവ് വിത്ത് ദി ബോക്സ്. The line of sight does not move with the box. Magnetic needle and graduated circle do not move with the box. Graduated circle is fixed to the box and the magnetic needle always remains in the north-south direction. So, ഏതാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ വരുന്ന കണ്ടീഷൻ എന്താണ്? D. D. D അല്ലല്ലോ, C അല്ലേ? C ആണ്. C അല്ലേ? C ആണ് ആൻസർ വരുന്നത്. C ആണ് ആൻസർ വരുന്നത്. Option C. The magnetic needle and graduated circle do not move with the box. Option C. അടുത്തത് 21. An imaginary line joining the points of same declination. പറഞ്ഞാണ് isogonic line. Option C ആണ് വരുന്നത്. Then 22. In compass survey, south 18 degree east. അത് WCB വരുമ്പോ എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കിയോ നിങ്ങളത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, 162 ഡിഗ്രി ആണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഏതാണ് ക്വാഡ്രന്റ് എന്ന് നോക്കിയിട്ട് നോർത്തിൽ നിന്ന് എത്ര വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാ വരുന്നത്? മനസ്സിലായില്ലേ എല്ലാവർക്കും? അത് ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയണ്ടല്ലോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ലൈൻ വരുന്നത്. അതാണ് സൗത്ത് ഈസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 162 ആണ്. അപ്പൊ 18 ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ കുറഞ്ഞ ആംഗിൾ ആണ് പറഞ്ഞത് 18 ഡിഗ്രി. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? WCBയിൽ എത്രയാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കിട്ടുക? എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കിട്ടും? 180 മൈനസ് 60 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 162 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. അടുത്തത് 23 ക്വസ്റ്റ്യൻ നമ്പർ 23. ബെയറിംഗ് ഓഫ് എ ലൈൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് ദി സർവേ. ആ പ്രോഗ്രസ് ഓഫ് സർവേ ഓപ്ഷൻ എ. വേഗം പറഞ്ഞോട്ടോ, നമുക്ക് മാക്സിമം ലെവലിംഗ് വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓപ്ഷൻ എ, ഫോർ ബെയറിംഗ്. Then next question. If forbearing and backbearing of the line AB not equal to 180 degree, it indicates 180 degree വന്നില്ലെങ്കിൽ അതിനെന്താണ് നമ്മൾ പറയാ? Local attraction. അത് ഓപ്ഷൻസ് വായിച്ചു നോക്ക്. വായിച്ചു നോക്ക്. If forbearing and backbearing of the line AB not equal to 180 degree, it indicates. Options വന്നിരിക്കുന്നത് local attraction exists on A, local attraction exists on B, local attraction exists either on A or B, all of the above. ഏതായിരിക്കും ആൻസർ വരിക? All of the above. Either on C ആണ് വരിക കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ വേണമെങ്കിലും വരാം. എയിലാവാം അല്ലെങ്കിൽ ബിയിലാവാം. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി അബവ് അല്ല വരിക. ഇത് കറക്റ്റ് നമുക്ക് ഇതാണെന്ന് പറയാൻ പറ്റില്ല. എയിലാണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഓപ്ഷൻ ബി, അത് കറക്റ്റ് ബിയിൽ മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, എയിലാവാം ബിയിലാവാം. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സി എടുത്തിരിക്കുന്നത്. അടുത്തത് the latitude at departure of traverse line are both positive when wall circle bearing up. എപ്പോഴാണ് രണ്ടും പോസിറ്റീവ് ആവുന്നത്? ഏത് ക്വാഡ്രന്റിൽ വരുമ്പോഴാണ്? ഓപ്ഷൻ എ. Next one, 26.
in optical square angle between index site and horizon site. ഏതാണ് ആംഗിൾ? 105 degree. എന്താണ്? 90 degree. 90 ഡിഗ്രി ആണ് വരിക കേട്ടോ. രണ്ട് സൈറ്റുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 90 ഡിഗ്രി ആണ്. രണ്ട് മിററുകൾ തമ്മിൽ ചോദിക്കുകയാണെന്ന് വെച്ചാൽ എത്ര വരെ ആംഗിൾ? 45 ഡിഗ്രി. ശ്രദ്ധിച്ചോളൂ കേട്ടോ. രണ്ട് സൈറ്റുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 90 ആണ്. രണ്ട് മിറർ ആണ് ചോദിച്ചിരുന്നതെന്ന് വെച്ചാലാണ് അത് 45 ഡിഗ്രി വരുന്നത്. ഓക്കെ. പിന്നെ 105 ഡിഗ്രി വരുന്നത് ഏതിനായിരുന്നു? മിററും സൈറ്റൂടെ ഉള്ള ആംഗിൾ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിച്ചോളൂ കേട്ടോ. ഈ 4 അതിൽ വരുന്ന ആംഗിൾസ് ആണ്. അപ്പൊ ഇത് ഏതിനൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പഠിച്ചോളൂ. ഇനി അടുത്തത് when the wall circle WCB of two lines AB AC, അതിന്റെ റീഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. 38 ഡിഗ്രിയും അതുപോലെ 270 ഡിഗ്രി 273 ഡിഗ്രി. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ BAC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ചെയ്തു നോക്കുക. 27ന്റെ ആൻസർ വരുന്നത് 125 ഡിഗ്രി. 125 ഡിഗ്രി ആണ് വരുന്നത്. then പിന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, അത് മാഗ്നറ്റിക് പോൾസില് ഡിപ്പിന്റെ വാല്യൂ എത്ര വരിക? 90 degree. 90 ഡിഗ്രി. ഇക്വേറ്ററില് 0 ഡിഗ്രി. ഓക്കെ. 29, the value of deflection angle is in the range of. ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ റേഞ്ച് എവിടെ തൊട്ടാ വരുന്നത്? 0 to 180 ഡിഗ്രി. ഓപ്ഷൻ എ. അടുത്തത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഇന്റീരിയർ ആംഗിൾസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. n-2 into 180 ഡിഗ്രി. ഓപ്ഷൻ എ ആണ്. അടുത്തത് ദി ബൗഡിച്ച് റൂൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻസ് ദാറ്റ് പ്രോബബിൾ ആംഗുലർ error of closure of a traverse it is proportional to. 31, ബൗഡിച്ച് റൂൾ ഏതാണ് വരുന്നത്? 1/√L. 1/√L. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. എനിക്ക് ആ 1/√L മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബൗഡിച്ച് റൂൾ എന്ന് പറയുമ്പോൾ ആംഗുലർ മെഷർമെന്റ്സ് പ്രൊപ്പോർഷണൽ ടു 1/√L ആണ് വരുന്നത്. Then for a well conditioned triangle, angle should not be less than 13 should not be greater than ആയിരുന്നു എന്ന് വെച്ചാലോ 120 ഡിഗ്രി. അപ്പൊ അതിന് അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ കണ്ടീഷൻ ആണ് ഇൽ കണ്ടീഷൻഡ്. ഗ്രേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ലെസ് ദാനോ വരികയാണെന്ന് വെച്ചാൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ 33, വാട്ട് ഈസ് ദ ഡിക്ലിനേഷൻ ഇൻ കോമ്പസ് സർവേ? എന്തിനാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞത്? ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ, ആംഗിൾ ബിറ്റ്വീൻ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ്, vertical angle between magnetic needle and horizontal, angle between WCB and quadrant bearing. ഏതാണ് ട്രൂ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? എന്താണ്? angle between true and magnetic bearing. നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്തതാണ് അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഞാൻ 34th ഒരു പ്രോബ്ലം ആണ് വരുന്നത്. എന്താണ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ WCBയിൽ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ക്വാഡ്രന്റ് ബെയറിംഗിൽ എവിടെയാണ് കിടക്കുക? സൗത്ത് 0 ഡിഗ്രി ഈസ്റ്റ്. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Then in prismatic compass magnetic needle used, എന്ത് ടൈപ്പ് ആണ് വരുന്നത്? 35 broad form. മറ്റേലോ എഡ്ജ് ബാർ ടൈപ്പ്. എഡ്ജ് ബാർ. അടുത്തത് ദി ഇൻക്ലിനേഷൻ ഓഫ് എ കോമ്പസ് നീഡിൽ വിത്ത് ഹൊറിസോണ്ടൽ പൊസിഷൻ ഈസ് കോൾഡ്. പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിപ്പ്. Then prismatic compass was invented by. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ക്യാപ്റ്റൻ കേറ്റർ. Then 38th question, in surveyor's compass the zero of the graduated ring is located at. സർവേയേഴ്സ് കോമ്പസിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 0 എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി ആണ് വരുന്നത്. നോർത്തിലും സൗത്തിലും അവിടെ 0 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. Then 39, if the true bearing of a line ആണ് കേട്ടോ, ടൈം അല്ല, അത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലെ. If true bearing of a line is 130 degree and inclination is 2 degree west, the magnetic bearing is എത്ര വരാ? 130 plus 2 ആണ് വരുന്നത് അല്ലെ? 132. അത് ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ഇനി? 132 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് വരുന്നത്. Then 40th question,
സ്ക്രീനിൽ ആരും വരയ്ക്കരുതെന്ന് ചെയ്യരുത് കേട്ടോ. ദി ടൈപ്പ് ഓഫ് നീഡിൽ യൂസ്ഡ് ഇൻ സർവേയേഴ്സ് കോമ്പസ്. സർവേയേഴ്സ് കോമ്പസിൽ നമ്മൾ പറഞ്ഞതാണ്. ഏത് ടൈപ്പാണ് വരുന്നത് സർവേയേഴ്സ് കോമ്പസിൽ? എഡ്ജ് ബാർ നീഡിൽ. ഓപ്ഷൻ എ. Then 41, the horizontal angle between true meridian and a line. Angle ഏതാണ്? Azimuth. Option A. The compass survey is unsuitable for. എവിടെയാണ് കോമ്പസ് സർവേ അൺസ്യൂട്ടബിൾ ആവുന്ന കണ്ടീഷൻ? മാഗ്നറ്റിക് ഏരിയ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ദി ഡിപ്പ് അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്ററിലെ ഡിപ്പിന്റെ വാല്യൂ എന്താണ്? 0. പോൾസിൽ വരുമ്പോൾ 90 ഡിഗ്രി വരും. ഇനി ബാക്ക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. അതെ, അതില് ഫോർ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ഉണ്ട് അല്ലെ? ഓപ്ഷൻ ഡി ഉണ്ട് അല്ലെ? അതില് ഇടയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ ശരിക്കും? അത് ഇതിലില്ലെങ്കിൽ ഇതിപ്പോ ഞാനിവിടെ കറക്റ്റ് ചെയ്തിരിക്കുന്ന അത് നിങ്ങളൊന്ന് ഓപ്ഷൻ ഡിയോ ഏതെങ്കിലും ആയിട്ട് കറക്റ്റ് ചെയ്തേക്കും നിങ്ങളുടെ ഇടയിൽ. ഞാനിപ്പോ ഇതില് ഡി മാർക്ക് ചെയ്യാം. ഫോർ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആണ് അല്ലെ? ബാക്ക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു നിങ്ങളുടെ രണ്ടും ലാസ്റ്റ് രണ്ടെണ്ണം ഫോർ ബെയറിംഗ് പ്ലസ് 180 ഡിഗ്രി അല്ലേ എടുക്കുന്നത്? അതിലപ്പോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഓപ്ഷൻ ഡിക്ക് എങ്ങാനും പ്ലസ് ഓർ മൈനസ്, ആ പ്ലസിന്റെ താഴെ ഒരു മൈനസും കൂടി ഇടും. എന്നിട്ട് അത് ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ബാക്ക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. കഴിഞ്ഞോ? മാർക്ക് ചെയ്തില്ലേ? ഇനി അടുത്തത് the WCB and RB of a line differ by an angle of 90 ഡിഗ്രി. അത് ഒരു ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് PSCയുടെ കീ വരുന്നത് 90 ഡിഗ്രി ആണ്, പക്ഷെ ആക്ച്വലി അത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. 180 ഡിഗ്രി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. പക്ഷെ PSCയിൽ അതിന്റെ കീ വരുന്നത് 90 ഡിഗ്രി ആണ് വരുന്നത്. 180 ഡിഗ്രി അല്ലേ കറക്റ്റ് വരാ? പക്ഷെ അത് PSCയിലേക്ക് എപ്പോഴേക്കും കീ വന്നിട്ടുള്ളത് 90 ഡിഗ്രി ആണ്. നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെച്ചേക്കും. അത് ഓർക്കാട്ടോ, ഒരു ഡൗട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ PSCയുടെ കീ വന്ന് കണ്ടിട്ടുള്ളത് 90 ഡിഗ്രി ആണ്. അടുത്തത് 46, ദി മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ AB എന്ന് പറയുന്നത് 212 ഡിഗ്രി. ഇത് പറഞ്ഞിട്ടില്ലല്ലേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. 46ന്റെ ആൻസർ എത്രയാ വന്നത്? 214 ഡിഗ്രി 45 മിനിറ്റ്. ഓപ്ഷൻ ബി. ഇതൊക്കെ ചെയ്തു നോക്കുക കേട്ടോ. സാർ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ ഒരു ബുക്ക് വെച്ചിട്ട് റൺ ഫയലിന്റെ പ്രോബ്ലംസ് ഒക്കെ ആ ബുക്കിൽ ചെയ്തു നോക്കാം. അടുത്ത 47, ദി ബെയറിംഗ് ഓഫ് OA എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണ്. ബെയറിംഗ് ഓഫ് OB 120 ഡിഗ്രി ആണ്. സോ AOB എന്ന് പറഞ്ഞ ആംഗിൾ എത്ര വരാം? 99 ഡിഗ്രി 30 മിനിറ്റ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് 99 ഡിഗ്രി. ഓപ്ഷൻ എ ആണ്. മാർക്ക് ചെയ്യുക, ചെയ്തു നോക്കുക കേട്ടോ. അത് എളുപ്പമുള്ളതാണ്. OA രണ്ടും ഈ സൈഡ് റൈറ്റ് സൈഡിലേക്കാണ് വരിക. അപ്പൊ എത്രയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്താൽ മതിയാവും. അടുത്തത് 47, അത് നമ്മൾ പറഞ്ഞില്ലേ. 48, WCB ഓഫ് എ ലൈൻ OA എന്ന് പറഞ്ഞാൽ 132 ആണ്. അപ്പൊ അതിന്റെ ക്വാഡ്രന്റൽ ബെയറിംഗ് എത്രയാണ് വരിക? 132 ആണ് വരുന്നത്. അപ്പൊ ഏത് ക്വാഡ്രന്റിലായിരിക്കും വരിക? സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഏത് ആൻസർ വരാ? ഓപ്ഷൻ എ, സൗത്ത് 48 ഡിഗ്രി ഈസ്റ്റ് ആണ് വരിക. ഇനി അടുത്ത 49, ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ദി ആൽജിബ്രൈക് സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഇസ് ഈക്വൽ ടു എത്ര വരും? 360. ഓപ്ഷൻ ഡി, 360 ഡിഗ്രി. 50 those മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ സർവേ ലൈൻ അറ്റ് എനി പ്ലേസ്. മാഗ്നറ്റിക് ബെയറിംഗ് മാറിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? മാഗ്നറ്റിക് ബെയറിംഗിന്റെ വാല്യൂ ആണ് മാറുക. ദാറ്റ് ഈസ് വാരീസ് ഡിഫറently in ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. 51, pick up the correct statement from the following. If the image of the object does not fall in the plane of the cross lines, parallax exists. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. Parallax has nothing to do with eyepiece. അതോ? തെറ്റാണോ? Parallax has nothing to do എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് ഐപീസ്. ശരിയല്ലേ? നത്തിങ് ടു ഡു തന്നെയല്ലേ ഐപീസ്.
ഇനി ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചോ, കറക്റ്റ് ആയിട്ട് വായിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ഒരു വേർഡിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അപ്പൊ തന്നെ നമ്മുടെ ആൻസർ മാറിപ്പോകും. അടുത്തത് ദി ഐ പീസ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ക്ലിയർ വിഷൻ ഓഫ് ദി ക്രോസ് ഹെയർസ്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഏതാ വേറെ ഓപ്ഷൻ? All of ഓൾ ഓഫ് ദി അബവ്. മര്യാദയ്ക്ക് വായിച്ചിട്ട് ആൻസർ ചെയ്തോളൂ കേട്ടോ ക്വസ്റ്റ്യൻസ്. അടുത്തത് 52. The WCB of a line observed by a prismatic compass is 13 degree. Its bearing surveys compassൽ ഏതാണ് വരാ? 13 ഡിഗ്രി ആണ് WCB വരുന്നത്. സോ അതിന്റെ സർവേസ് കോമ്പസിലുള്ള റീഡിങ് എത്രയാണ് വരിക? 52. എത്ര വരാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതൊന്ന് ചെയ്ത് നോക്കി നിങ്ങളൊന്ന്. WCB ഓഫ് എ ലൈൻ. WCB 13 ഡിഗ്രി വന്നാൽ അത് നോർത്തിൽ നിന്നുള്ള എന്താണ്? നോർത്ത് ഈസ്റ്റിൽ വരും. നോർത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. ആംഗിൾ എത്ര വരുന്നത് മൈനസ് ചെയ്യുമ്പോ? ആംഗിളും 13 അല്ലേ വരിക? ശരി, സെയിം ആംഗിൾ അല്ലേ വരണ്ടേ? ഓപ്ഷൻ ഇല്ലല്ലോ അത്. അത് ഓപ്ഷനിൽ ഇല്ല. ആ ക്വസ്റ്റ്യനിൽ അത് നിങ്ങൾ സെയിം ആംഗിൾ തന്നെ വരാം. അത് നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിട്ട് ഒന്ന് സൈഡിൽ എഴുതി വെച്ചാൽ മതി, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടേ 130 ഡിഗ്രി ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 130 ആക്കാൻ പറഞ്ഞു. ഓക്കെ അന്ന് അങ്ങനെ ചെയ്തോ. ഓക്കെ ശരി, അതാ ചെയ്തോട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ 130 ഡിഗ്രി ആക്കിയിട്ട് അപ്പോ ഓപ്ഷൻ ഡി വരും. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഓപ്ഷൻ ഡി വരും 130 ഡിഗ്രി ആകുമ്പോ. 52ന് ഓപ്ഷൻ മാർക്ക് ചെയ്യുക, 130 ഡിഗ്രി ആക്കുക നിങ്ങളുടെ ട്രാൻസ് ഫയലില്. അപ്പോ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ വരാം. അടുത്തത് 53. ഇഫ് ദ ഒബ്സർവ്ഡ് ഫോർബെയറിംഗ് എ ബിയുടെ ഫോർബെയറിംഗ് ആണ് സൗത്ത് 59 ഡിഗ്രി 18 മിനിറ്റ് വെസ്റ്റ്, ബാക്ക് ബെയറിംഗ് എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ക്വാർട്ടർ ഫസ്റ്റിലാണ് വരുന്നത്. സോ എന്താ എളുപ്പമാണ്. എന്താ വരിക? എന്താ ചെയ്യണ്ടേ? അത് മാറ്റി എഴുതിയാൽ മതി. ആ ക്വാഡ്രൻസ് ഷിഫ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. നോർത്ത് 59 ഡിഗ്രി 18 മിനിറ്റ്സ് ഈസ്റ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് 54. A line through a point in which the plane passing through that point and south and north poles intersects with the surface of earth is known as magnetic meridian. True meridian. Option A, true meridian ആണ് വരുന്നത്. A line through a point in which വീഡിയോ ഓഫ് ചെയ്യട്ടോ. ആരാണ് പേര്? എനിക്കറിയില്ലല്ലോ. വീഡിയോ ഓഫ് ചെയ്യേ. സ്റ്റോപ്പ് വീഡിയോ. ഓക്കെ, ചെക്ക് ചെയ്യാട്ടോ നിങ്ങൾ. അവരെണിക്കുമ്പോ ഈ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്തിടല്ലേ. If WCB of a place is 170 degree 12 minute and a quadrantal bearing എത്രയാണ് വരിക? 55. എന്താണ് വരിക? ഏത് ക്വാഡ്രന്റ് ആണ് വരിക? 170 ഡിഗ്രി എന്ന് പറയുമ്പോ സൗത്ത് ഈസ്റ്റ് ആണ് വരിക. ഓക്കെ, അത് സൗത്ത് ഈസ്റ്റ് എന്ന് വരുമ്പോ 9 ഡിഗ്രി 48 മിനിറ്റ്. ചെയ്തു നോക്കാട്ടോ. അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ഒന്നും സൗത്ത് ഈസ്റ്റിൽ വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ തന്നെ നമുക്ക് അത് ആൻസർ അത് എടുക്കാൻ പറ്റും. ഓക്കെ, 56. WCB ഓഫ് RB 20 സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു ആംഗിൾ ആണ് വരുന്നത്. 2 ഡിഗ്രി 30 മിനിറ്റ്. അതിന്റെ WCB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടാത്? 180 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ 177 ഡിഗ്രി 30 മിനിറ്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് 57. കൺവേർട്ട് സൗത്ത് 78 ഡിഗ്രി 40 മിനിറ്റ് വെസ്റ്റ് into WCB. സോ അത് ഏത് ക്വാഡ്രന്റിലാ വരാ? അപ്പൊ അതെങ്ങനെ ചെയ്യാത്? 180 പ്ലസ് ആ ആംഗിൾ വരും. അപ്പൊ എത്ര വരുന്ന ആൻസർ വരുന്നത്? 258 ഡിഗ്രി 40 മിനിറ്റ്. അത് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. 258 ഡിഗ്രി 40 മിനിറ്റ് ആണ് വരുന്നത് അല്ലേ? 180 പ്ലസ് 78 ഡിഗ്രി 40 മിനിറ്റ്. അടുത്തത് 58. ലോക്കൽ അട്രാക്ഷൻ ഇൻ എൻ
എറർ ഇൻ സർവേ ഈസ് ലോക്കൽ അട്രാക്ഷൻ Compass. എവിടെയാണ് വരുന്നത്? കോമ്പസ് സർവേയിലാണ്. കോമ്പസ്. അടുത്തത് 59 എ ഡിക്ലിനേഷൻ ഓഫ് 2 ഡിഗ്രി ഈസ്റ്റ് മീൻസ് എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ദി മാഗ്നറ്റിക് നോർത്ത് ഈസ് 2 ഡിഗ്രി വെസ്റ്റ് ഓഫ് ട്രൂ നോർത്ത്. ദി ട്രൂ നോർത്ത് ഈസ് 2 ഡിഗ്രി ഈസ്റ്റ് ഓഫ് ദി മാഗ്നറ്റിക് നോർത്ത്. ദി മാഗ്നറ്റിക് നോർത്ത് ഈസ് 2 ഡിഗ്രി ഈസ്റ്റ് ഓഫ് ട്രൂ നോർത്ത്. നൺ ഓഫ് ദീസ്. ആ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണേൽ എങ്ങനെയാണ് 2 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സി. മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് 2 ഡിഗ്രി ഈസ്റ്റ് ഓഫ് ട്രൂ നോർത്തിൽ നിന്ന് നമ്മൾ 2 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഏതാ? മാഗ്നറ്റിക് നോർത്ത് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അടുത്ത 60 ദി വാൾ സർക്കിൾ ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 300 ഡിഗ്രി. ക്വാഡ്രന്റൽ ബെയറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരിക, നോർത്ത് വെസ്റ്റിലാണ് വരിക. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ 360 മൈനസ് 300 ചെയ്യണം മതി. ഓപ്ഷൻ എ ആണ് വരുന്നത്, നോർത്ത് 60 ഡിഗ്രി വെസ്റ്റ്. 61 ഇഫ് ദ ഫോർ ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 0 ഡിഗ്രി, ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും 180 ഡിഗ്രി ഡിഫറൻസ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ് വരിക, 180 ഡിഗ്രി. അടുത്ത 62 ഇഫ് മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 35 ഡിഗ്രി 30 മിനിറ്റ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് 3 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണ്. അതിന്റെ ട്രൂ ബെയറിംഗ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യാം? എന്താ വരിക ആൻസർ? സോ ജസ്റ്റ് മൈനസ് ചെയ്യാനുള്ള കാര്യമുള്ളൂ, അതിൽ വരച്ചു നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് മൈനസ് ചെയ്യേ വേണ്ടോ അത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് ദി ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ്. ഈക്വൽ ഡിപ്പ് വരുന്നത് നമ്മൾ ഏതാ പറഞ്ഞത്? ഈക്വൽ ഡിപ്പ് ഐസോക്ലിനിക് ലൈൻസ്. ഐസോക്ലിനിക് ലൈൻസ്. ഐസോഗോണിക് അല്ല, ഐസോക്ലിനിക് ആണ് കേട്ടോ ഈക്വൽ ഡിപ്പ് വരുമ്പോ. ഇനി ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് സീറോ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഏതാണ് വരിക? Agonic lines. അഗോണിക്. അക്ലിനിക് അല്ല, അഗോണിക് ലൈൻ. സീറോ ഡിക്ലിനേഷൻ വരുന്നത് അഗോണിക് ലൈൻ. ഓപ്ഷൻ സി. അടുത്തത് ദി ആനുവൽ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഈസ് കോസ്ഡ് ഡ്യൂ. എന്താണ് ഇതിന്റെ റീസൺ വരുന്നത്? ആനുവൽ വേരിയേഷന്റെ Earth about the sun. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഓപ്ഷൻ എ. ഇനി a gate cap is fitted with ഏതിൽ വരുന്നതാണ് ഗേറ്റ് ക്യാപ്പ്? പ്രിസ്മാറ്റിക് കോമ്പസ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അതുണ്ട് കേട്ടോ, അതിന്റെ പാർട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ കിടക്കുന്നുണ്ട്, അത് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഗേറ്റ് ക്യാപ്പ് ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ. 67 കൺവേർട്ട് ദി വാൾ സർക്കിൾ ബെയറിംഗ് ഓഫ് 132 ഡിഗ്രി ഇൻടു ക്വാഡ്രന്റൽ ബെയറിംഗ്. ഏതായിരിക്കും? എന്തായാലും സൗത്ത് ഈസ്റ്റ് ആണ് വരിക അല്ലെ? 132 വരുമ്പോ സൗത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിൽ വരുന്ന പറഞ്ഞേ ഉള്ളൂ. സൗത്ത് 47 ഡിഗ്രി 48 മിനിറ്റ് ഈസ്റ്റ്. ദെൻ കൺവേർട്ട് ദി റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഇൻടു വാൾ സർക്കിൾ ബെയറിംഗിലേക്ക് മാറ്റാനുള്ളതാണ്. അപ്പൊ ഏതാ വരാ? 68. ഏതായിരിക്കും വരാ? 180 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എത്ര വരുന്ന ആൻസർ 68-ന്? അത് നിങ്ങൾ 179 ഡിഗ്രി ഇട്ടിട്ടൊക്കെ ചെയ്യേണ്ട വരും കേട്ടോ. 179 ഡിഗ്രി 60 മിനിറ്റ് ഇട്ടിട്ട് മൈനസ് ചെയ്യാം. അപ്പൊ 151 ഡിഗ്രി ഇതല്ലേ? ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് ഡിറ്റർമിൻ 69 ഡിറ്റർമിൻ ദി എറർ ഇഫ് ദി സം ഓഫ് ഒബ്സർവ്ഡ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ദി ട്രാവേഴ്സ് ഈസ് 356 ഡിഗ്രി ആൻഡ് തിയോഡലൈറ്റ് സം ഈസ് 360 ഡിഗ്രി. ഏതാണ് എറർ വരുന്നത്? എത്രയാണ്? -4 ഡിഗ്രി. -4 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഏതാണ് വരുന്നത്? Magnetic declination. ഓപ്ഷൻ ഡി, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കോമ്പസിൽ നിന്നുള്ളത്. അപ്പോൾ പ്രോബ്ലംസ് ഉള്ളത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം കേട്ടോ. അതിന് സമയം നമുക്ക് കളയാൻ പറ്റില്ല. നമുക്ക് അടുത്തത് പ്ലെയിൻ ടേബിൾ തുടങ്ങാം. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻസ് ഇതിലെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കറക്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്ക് ചെയ്ത മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയലിൽ ഇടുന്നത് ഡയറക്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇരിക്കരുത്. ഓക്കെ, അതിൽ കറക്ഷൻസ് ഉള്ളത് അടുത്ത ക്ലാസ്സിലാണ് പറയാം. അപ്പൊ ക്ലാസ്സുകൾ കാണുക നിങ്ങൾ കേട്ടോ. സ്റ്റഡി മെറ്റീരിയലിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ ഇരിക്കരുത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്യട്ടെ.
Okay. ഇനി നമുക്ക് പ്ലെയിൻ ടേബിൾ എടുക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്യാനുള്ളൊരു മ്യൂട്ട് ചെയ്യാം. ആരാണ് മ്യൂട്ട് ചെയ്യാനുള്ളത്? വേഗം വേഗം പറയാം കേട്ടോ. പ്ലെയിൻ ടേബിൾ ഒക്കെ എളുപ്പമുള്ളതാണ്, അത് വേഗം വേഗം പറഞ്ഞു പോവാം. അത് കഴിഞ്ഞ് നമുക്ക് ലെവലിംഗും കൂടെ ലെവലിംഗ് തുടങ്ങാൻ പറ്റുമോ നോക്കാം. അടുത്തത് പ്ലെയിൻ ടേബിൾ. സ്ക്രീൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻസ് പ്ലെയിൻ ടേബിളിന്റെ അല്ലേ കാണുന്നത് നിങ്ങള്? ഓക്കെ. In plane table terrestrial photogrammetry, photographs are taken from the ends of a baseline. Dash photograph are taken from ends of a baseline. ഏതാണ് വരുന്നത്? 1, 2, 3, 6. അറ്റ്ലീസ്റ്റ് 2 ആണ് വരുന്നത്. ഓപ്ഷൻ ബി. പ്ലെയിൻ ടേബിളിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടോ? ക്ലാസ്സുകൾ കാണാം. വളരെ ചെറിയൊരു പോർഷൻ ആണ് വരുന്നത്. പ്ലെയിൻ ടേബിളിലെ ക്ലാസ് കാണാം, അതുപോലെ റാങ്ക് ഫയലിന്റെ പോർഷൻസും കൂടി വായിച്ചു നോക്കാം കേട്ടോ. ദി പ്ലോട്ടിംഗ് ഓഫ് സ്മോൾ ഏരിയ വിച്ച് ക്യാൻ ബി കമാൻഡഡ് ഫ്രം എ സിംഗിൾ സ്റ്റേഷൻ ഈസ് യൂഷ്വലി ഡൺ ഓൺ ദി പ്ലെയിൻ ടേബിൾ ബൈ ദി മെത്തേഡ് ഓഫ് റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, ട്രാവൽ. ഓപ്ഷൻ എ, റേഡിയേഷൻ. ഡീറ്റെയിൽഡ് പ്ലോട്ടിംഗ് ഈസ് ജനറലി ഡൺ ബൈ. ഡീറ്റെയിൽഡ് പ്ലോട്ടിംഗ് ഏതിലാ വരുന്നത്? റിസെക്ഷൻ, ട്രാവേഴ്സിംഗ്, റേഡിയേഷൻ, ഓൾ ഓഫ് ദീസ്. ഏതിലാണ് ഡീറ്റെയിൽഡ് പ്ലോട്ടിംഗ് വരുന്നത്? ഓപ്ഷൻ അത് മാർക്ക് ഇതിൽ ഓപ്ഷൻ ഇതായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻസർ നോക്കിയാൽ മതി. രണ്ടും ഓപ്ഷൻ ഡി ആണ് കിടക്കുന്നത്. അത് നോക്കണ്ട, ആൻസർ ഏതാന്നുള്ളത് നോക്കുക. ഏതെങ്കിലും ഓപ്ഷൻ സി ആക്കിയേക്ക് കേട്ടോ. രണ്ട് ഓപ്ഷൻ ഡി അല്ലേ കിടക്കുന്നത്, അത് ഒരെണ്ണം ഓപ്ഷൻ സി ആക്കുക. റേഡിയേഷൻ ആണ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3-point പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ. എങ്ങനെയാണ് 3 points സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? എല്ലാം വരും. ഓക്കെ, ബെസൽസ് മെത്തേഡ്, ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, ലേമാൻസ് മെത്തേഡ്, ഓൾ ഓഫ് ദിസ്. സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓൾ ഓഫ് ദിസ്. അടുത്ത 5th ക്വസ്റ്റ്യൻ, ദി മെത്തേഡ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ഫീൽഡ് വർക്ക് ആൻഡ് പ്ലോട്ടിംഗ് വർക്ക് ആർ ഡൺ സിമിൾട്ടേനിയസ്ലി ഈസ് കോൾഡ്. എന്ത് ടൈപ്പ് സർവേ ആണ്? പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് എ dash graphical. Option A, graphical method. 10th question, which of the following is not a method of doing resection? Backside, solving 3-point problem, 2-point problem, 4-point problem. ഏതാണ് വരാ? 4-point problem. Option D. When the plane table is not correctly oriented, the അതെന്താണ്? റെസെക്ടർ ആണ്, റെസിസ്റ്റർ അല്ല, റെസെക്ടർ എന്നാക്കാതെ. ഇറ്റ്സ് നോട്ട് റെസിസ്റ്റർ, റെസെക്ടർ. When the plane table is not correctly oriented, the receptor will form a എന്താണ് ഫോം ചെയ്യുക? എന്താണ് നമ്മൾ പറയാറ്? ട്രയാങ്കിൾ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ട്രയാങ്കിൾ. The operation of keeping the plane table parallel to the position occupied by the first station. ആ ഒരു പ്രോസസ്സിന് എന്താ നമ്മൾ പറയാ? Orientation. Option D, orientation. Tough compass is used for 10th question. എന്തിനു വേണ്ടിയിട്ടാണ് ടഫ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Indicating north. Option A. 11th question. To orient a plane table at a point with 2 inaccessible points, the method generally adopted is intersection. അത് ശ്രദ്ധിച്ചോളോ. അല്ല, അത് 2-point പ്രോബ്ലം ആണ് പറയുന്നത്. ഓക്കെ, അത് ഓറിയന്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്റർസെക്ഷന്റെ ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നുണ്ട്. ടു ഓറിയന്റ് പ്ലെയിൻ ടേബിൾ അറ്റ് എ പോയിന്റ് വിത്ത് ടു ഇനാക്സസിബിൾ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഓറിയന്റ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാ വരുന്നത്? 2-point പ്രോബ്ലം ആണ് വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഡൗട്ട് വരാവുന്നത് റിസെക്ഷൻ ആണ്. റിസെക്ഷനും വരാം, പക്ഷെ 2-point എന്നുള്ളത് എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാവുന്നത് 2-point പ്രോബ്ലം ആണ്. 2 points എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2-point പ്രോബ്ലം എടുക്കാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ നോക്ക്. 15th ക്വസ്റ്റ്യൻ നോക്ക്. 15th question, dash method is used for
പ്ലോട്ടിംഗ് ദി ഡിസ്റ്റൻസ് ആൻഡ് ഇനാക്സസിബിൾ പോയിന്റ്സ്. ഇത് ഓറിയന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരുമ്പോ റിസെക്ഷൻ മെത്തേഡാണ് വരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ഓറിയന്റേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുമ്പോൾ അത് റിസെക്ഷൻ മെത്തേഡാണ് വരുന്നത്. ഇൻ കേസ് 2 പോയിന്റ് മെത്തേഡ് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് റിസെക്ഷൻ എടുക്കാറുണ്ട്. ഇതിൽ കറക്റ്റ് 2 പോയിന്റ് എന്നുള്ള പോയിന്റ് ഇത് ക്വസ്റ്റ്യനിലുണ്ട്, ഓപ്ഷനിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പോയിന്റ് പ്രോബ്ലം എടുക്കാം. മനസ്സിലായോ? ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ. ദി വർക്കിംഗ് എഡ്ജ് ഓഫ് എൻ അലിഡൈഡ് ഈസ് നോൺ ആസ് ഫിഡൂഷ്യൽ എഡ്ജ്. ഓപ്ഷൻ ബി ഫിഡൂഷ്യൽ എഡ്ജ്. 13th question. The process of 13th question. Okay. The process of determining location of the instrument station by drawing resectors from the location of a station is known as എന്താണ് a process? Resection. Option C. Alidade is an instrument used for എന്തിനു വേണ്ടിയിട്ടാണ് alidade യൂസ് ചെയ്യുന്നത്? Observing the object. Option B. അടുത്തത് ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ദി ഡിസ്റ്റൻസ് ആൻഡ് ഇനാക്സസിബിൾ ഒബ്ജക്ട്. ഓക്കെ, ആ ഇനാക്സസിബിൾ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഇനാക്സസിബിൾ പോയിന്റ്സിനെ ബേസ് ചെയ്ത് ഓറിയന്റ് ചെയ്യുന്ന പ്രോസസ് ഏതാ വരുന്നത്? അത് റിസെക്ഷൻ ആണ്. ഓക്കെ, അത് ക്ലിയർ ആക്കി പോകാം കേട്ടോ. അടുത്തത് 16th question. The rays drawn to the points of non-location from unplotted station occupied by the plane table are termed as ഏതാണ്? Resectors. Option D. Resectors ഉണ്ടെങ്കിൽ അത് റിസെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 17th question. A church is situated on the far side of a river and is inaccessible. It can be located by dash method in plane table survey. എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് അത് പ്ലോട്ട് ചെയ്യാൻ പറ്റുക? Intersection method. The method used for locating station points only by sighting towards well-defined points. ഏതാണ് വരാ? Radiation. Locating station points ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കറി പറയല്ലേ. ലൊക്കേറ്റിംഗ് സ്റ്റേഷൻ പോയിന്റ്സ് എന്നുള്ള ഒരു കീവേഡ് ഉണ്ട് അതില്. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? റിസെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. The north direction must be shown on the plan. എവിടെയാണ് നോർത്ത് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്? ടോപ്പ് റൈറ്റ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത 20. Orientation of plane table by 2 point problem is only adopted when എപ്പോഴാണ്? Given points are inaccessible. Okay, option C ആണ്. Given points are inaccessible. 2 point and 3 point problems are typical cases of എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? Option B. Option D. അടുത്തത് 22. The accessory of a plane table used for centering പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഏതാണ് നമ്മള്? അടുത്തത് accurate centering of a plane table is done by accurate centering എങ്ങനെയാ? Plumbing fork. Option B. 24. To locate an electric pole near a plane table station ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം? Radiation. Option B. Radiation method. The top of plane table is made of എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? Top of the plane table wood വെച്ചിട്ട്. അടുത്തത് സ്പിരിറ്റ് ലെവൽ ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ഡാഷ് ഓഫ് ദി പ്ലെയിൻ ടേബിൾ. എന്തിനു വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് ലെവൽ? ലെവലിംഗ്. ഓപ്ഷൻ ഡി. ലെവലിംഗ്. Then 27. The process of orientation means setting up the table parallel to meridian. Option C. The instrument used for transferring ground point to the sheet like transfer ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യാ? U fork. Option D. U fork. The compass used for plane table survey is ഏത് compass ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Compass. The working edge of alidade ഏതാണ് വരുന്നത്? Fiducial edge. Option C.
നമ്മുടെ പ്ലെയിൻ ടേബിളും കഴിഞ്ഞു, കോമ്പസ് കഴിഞ്ഞു, ചെയിൻ സർവേ കഴിഞ്ഞു, പ്ലെയിൻ ടേബിൾ സർവേ. ഇത് മാത്രമല്ല കേട്ടോ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനി ഈ റാങ്ക് ഫയലിലത്തെ നമുക്ക് ലെവലിംഗ് ഉണ്ട്, കോണ്ടൂറിംഗ് ഉണ്ട്, അതുപോലെ മോഡേൺ സർവേയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, തിയോഡലൈറ്റ് ഉണ്ട്, അത്രയും ക്വസ്റ്റ്യൻസ്, കുറെ ക്വസ്റ്റ്യൻസ് റാങ്ക് ഫയൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത അഡീഷണൽ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ, ഇത് നമുക്ക് മാക്സിമം സ്പീഡിൽ തീർക്കണം. ഓക്കെ, അടുത്തത് തുടങ്ങാം നമുക്ക് ലെവലിംഗ്. അപ്പൊ വേഗം വേഗം മാർക്ക് ചെയ്ത് പോവാ കേട്ടോ. ദി ഇമാജിനറി ലൈൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെവലിംഗില്, ദി ഇമാജിനറി ലൈൻ ടാൻജൻഷ്യൽ ടു ദി longitudinal curve of the bubble tube at its midpoint is known as Axis of bubble. axis of the bubble tube. Option D ആണ് വരുന്നത്, axis of the bubble tube. അടുത്തത് ക്ലാസ് കാണാത്തവരൊക്കെ ക്ലാസ് കാണുക കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, dash is a relatively permanent point of reference whose elevation with respect to some assumed datum is known. Benchmark. Option A. അടുത്തത്, still water surface is an example for level surface. ഇതിന്റെ ബൗണ്ടറി ആണെന്ന് വെച്ചാൽ അതെന്ത് എക്സാമ്പിളാ? Contour. കോണ്ടൂർ ലൈൻ. അത് ശ്രദ്ധിച്ചോളാം. സ്റ്റിൽ വാട്ടർ സർഫസ് ആണ് ലെവൽ സർഫസിന് എക്സാമ്പിൾ. ആ ഒരു ലൈൻ ബൗണ്ടറി ലൈൻ ആണ് നമ്മളോട് ചോദിച്ചത്, അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കാണാം. വിച്ച് പ്ലേസ് ഇസ് ദ മെയിൻ സീ ലെവൽ ഓഫ് GTS benchmark fixed in India? ബോംബെ. Option C. What is the name of common leveling instrument? കോമൺ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡംബി ലെവൽ. Option C. അടുത്തത്, വാട്ട് ഇസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ്? മീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരാ? 0.005 meter. MM-ലാണെന്ന് വെച്ചാലോ 5 mm. 5 mm. സെന്റിമീറ്ററിലാണെന്ന് വെച്ചാലോ 0.05. ആ 3 യൂണിറ്റിലും അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം, നോക്കി പഠിച്ചോളാം. അടുത്തത് 7th ക്വസ്റ്റ്യൻ, വിച്ച് ലെവലിംഗ് സ്റ്റാഫ് ഈസ് യൂസ്ഡ് ഫോർ പ്രിസൈസ് ലെവലിംഗ് വർക്ക്? പ്രിസൈസ് ലെവലിംഗ് വർക്കിന് യൂസ് ചെയ്യുന്ന ലെവലിംഗ് സ്റ്റാഫ് ഏതാ? പ്രിസൈസ് ആയിട്ടുള്ള എല്ലാവരുടെയും നോക്കുന്നത് ഇൻവാർ ആണ്. ടേപ്പിന്റെ കാര്യമായാലും ഇൻവാർ ടേപ്പ്, ആക്യുറേറ്റ് മെഷർമെന്റ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻവാർ തന്നെയാണ് വരിക. അതുപോലെ തന്നെയാണ് ലെവലിംഗ് സ്റ്റാഫിലും വരുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദി റെഡ്യൂസ്ഡ് ലെവൽ if height of collimation is 100.785 and intersite distance 1.326 ആണ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ആ ഡിസ്റ്റൻസ്. അപ്പൊ റെഡ്യൂസ് ലെവൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡ്യൂസ് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ആ സൈറ്റിന്റെ റീഡിങ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരുന്നത്? 99.459 ആണ് വരുന്ന ആൻസർ. ഓപ്ഷൻ ബി ആണ് 10 ആൻസർ. ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ മൈനസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ റെഡ്യൂസ് ലെവൽ കിട്ടാനായിട്ട്. അടുത്തത്, ലാസ്റ്റ് മെഷർമെന്റ് ഇൻ ലെവലിംഗ് ഈസ് ഓൾവേസ് ബി. ലാസ്റ്റ് മെഷർമെന്റ് ഏതാ വരിക? ഫോർസൈറ്റ്. ഫസ്റ്റ് മെഷർമെന്റ് ബാക്ക് സൈഡ്. The image formed by the objective in the plane of crosshairs is real and inverted. Option B. The collimation method is otherwise called 11th question. height of instrument method. A fixed point of reference with a non-elevation ഏതാണ്? benchmark. Rise and fall method is used in, എവിടെയാണ് യൂസ് ചെയ്യുന്നത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ്? അത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആക്യുറേറ്റ് വർക്കുകൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന ഡിഫറൻഷ്യൽ ലെവലിങ്ങിനാണ് അത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ ഏതാണ് ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇതന്നെയല്ലേ എടുക്കുന്നേ? അടുത്തത്, ദി ലൈൻ ഓഫ് ജോയിനിങ് ദി പോയിന്റ്സ് ഹാവിംഗ് സെയിം എലിവേഷൻ above the datum surface is known as ഏതാണ്? കോണ്ടൂർ ലൈൻ. സെയിം എലിവേഷൻ വരുന്നത് കോണ്ടൂർ ലൈൻ. 15,000. An arbitrary surface with reference to which elevations of points are measured and compared is called. കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? എന്ത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം? ഡാറ്റം.
ഡേറ്റ ആ Data ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ഡാറ്റം സർഫസ്. അടുത്തത് 16th question. The radius of curvature of the arc of the bubble tube which is generally kept. അത് പഠിക്കാം കേട്ടോ. ഏതാ വരുന്നത് ആൻസർ? ആർക്ക് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 100 മീറ്റർ. അത് കാണാതെ പഠിക്കാം കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ആർക്ക് ഓഫ് ദി ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ജനറലി കെപ്റ്റ് 100 മീറ്റർ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ക്ലോസ്ഡ് കോണ്ടൂർസ് ഓഫ് ഡിക്രീസിംഗ് വാല്യൂ ടുവേർഡ്സ് ദെയർ സെന്റർ. ഏതാണ് വരിക? ഡിക്രീസിംഗ് വാല്യൂ ടുവേർഡ്സ് സെന്ററിൽ വരുമ്പോ ഡിപ്രഷൻ. അടുത്തത് സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ്. ഏതാണ്? സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് കേട്ടോ. ആരെ യൂണിഫോം എന്ന് പറഞ്ഞത്? സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണ്. അപ്പൊ സ്റ്റീപ്പ് സ്ലോപ്പ് വരുമ്പോഴാണ് ക്ലോസ്ലി സ്പേസ്ഡ് വരുന്നത്. 19th question. The method of leveling in which height of mountains are found by observing the temperature at which water boils. ആ ടെമ്പറേച്ചറിനെ നോക്കി പറയുന്നതിന് എന്താ പറയാ? ഹിപ്സോമെട്രി. ഓപ്ഷൻ ഡി. The height or depth of a point above or below the assumed atom is called reduced level. Option B reduced level. Spirit level is used for getting the dash of any surveying instrument. എന്തിനാണ് സ്പിരിറ്റ് ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? പറഞ്ഞതാണ് ലെവലിംഗ്. ലെവലിംഗ് ഷുഡ് ഓൾവേസ് കമൻസ് ഫ്രം ഡാഷ് ഓഫ് നോൺ എലിവേഷൻ. benchmark of non-elevation. Benchmark of non-elevation. A plumb line is a 23. Plumb line is a line parallel line perpendicular to level line. Perpendicular to level line. Plumb line is a line. ഏതാണ് ഇടയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈൻ അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സി വരത്തില്ലേ മിസ്സേ? സി വരത്തില്ലേ? ശരിയാണ്. റീസൺ എന്തെങ്കിലും എഴുതിയായിരുന്നോ അതിന്റെ അവിടെ? സ്പീഡ് അവിടെ നോർമൽ പെർപെൻഡിക്കുലർ വിട്ടിട്ട് നോർമൽ ആണെങ്കിൽ പ്ലംബ് ലൈൻ ഓപ്റ്റ് ചെയ്യാം, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതും വരാം ശരിക്കും. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ ടെക്സ്റ്റിലെങ്ങാനും ചിലപ്പോൾ ഈ സെന്റൻസ് ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാവും അത് വെർട്ടിക്കൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ അതിന്റെ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നില്ല. ഇൻ കേസ് ആരെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ നോക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ ക്വസ്റ്റിന്റെ ആൻസർ മാർക്ക് ചെയ്യണ്ട കേട്ടോ. ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. An axis about which telescope can be rotated in the horizontal plane. ഏതാണ്? Vertical axis. Option B. അടുത്തത് in a change point. Change pointൽ നമ്മൾ എന്താ എടുക്കുക? Both back side and foresight are taken. A line normal to the plumb line at all points. Level line. Option C level line. Collimation method is used in 27. Profile leveling. ശരിയാണ്. ഓപ്ഷൻ എ ആണ്. Collimation method is used in profile leveling. A surface which is normal to the direction of gravity at all points as indicated by a plumb line is known as. Option B level surface. A surface which is normal to the direction of gravity at all points as indicated by a plumb line is known as level surface. അടുത്തത് the sensitivity of a bubble tube can be increased by. ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇൻക്രീസിംഗ് ഡയമീറ്റർ. ബാക്കിയുള്ളതൊക്കെ വരുമ്പോൾ ഡിക്രീസ് ചെയ്യാന്നുള്ളതും കൂടെ നോക്കി വെക്കാം. അപ്പൊ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഡയമീറ്റർ കൂട്ടുമ്പോൾ മാത്രമാണ് അതിന് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി സെൻസിറ്റിവിറ്റി ഓഫ് എ ലെവൽ ട്യൂബ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? റേഡിയസ് ഓഫ് ദി ലെവൽ ട്യൂബ്. അടുത്തത് the number of horizontal cross wires in stadia diaphragm is 31. ഏതാണ്? 3 ആണ്. PSC ശരിക്കും എത്രയാ വരുന്നത്? ശരിക്കും എത്ര എണ്ണം ഉണ്ട്? അതങ്ങനെ തന്നെ പഠിച്ചു. PSC തന്നെ പഠിച്ചേക്ക്. the number of horizontal cross wires in stadia diaphragm is option B 3. അടുത്തത് ശരിക്കും 2 ആണെന്നാ തോന്നുന്നു എനിക്ക്.
PSC ക്ക് E ആണ് 3 വരുന്നത്. നമ്പർ ഓഫ് ക്രോസ് ഹെയർസ് ഇൻ സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തേക്കും. അടുത്തത് ദി ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തിരിക്കണ തോന്നുന്നു. ക്യാൻസൽ ചെയ്തു അല്ലേ? ഓക്കെ ഓക്കെ, അത് ശരിക്കും 2 ആണ് വരുന്നത്. പക്ഷെ PSC ക്ക് 3 ആണ്. അത് മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ എന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞത് ഓക്കെ. 2 ക്രോസ് വയേഴ്സ് അല്ലേ വരുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ക്രോസ് വയേഴ്സ്. അതിൽ 3 ആണ് കിടക്കുന്നത്. പക്ഷെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇലക്ട്രോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓപ്ഷൻ ബി ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചേക്ക്, ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കിട്ടോ. നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 32 3 മിസ്സേ വരുന്നേ. എന്താണ് സെൻട്രൽ ഹെയറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 അല്ലേ വരുന്നത്? ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിൽ എന്തോ ഒരു ഡൗട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും. എന്താന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. 32 the operation of leveling to determine the elevation of points some distance apart or to establish benchmark is called. ഏതാണ്? the operation of leveling to determine the elevations of points some distance apart or to establish benchmark is called differential leveling. Okay, ഒരു മിനിറ്റ് കേട്ടോ. അതിൽ ചാർജ് തീരാറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. 32 നമ്മൾ പറഞ്ഞില്ലേ, 32 ഡിഫറൻഷ്യൽ ലെവലിംഗ് കേട്ടോ. അടുത്തത് 33 ദി ലൈൻ ഓഫ് കോളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് ആർ. ഏതാണ്? അതും ക്യാൻസൽഡ് ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണേ. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടേക്ക് കേട്ടോ. 33 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്ക്. 34 the natural error in leveling is caused due to. നാച്ചുറൽ എറർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? all of this, അതായത് wind vibration, atmospheric refraction, temperature variation, all of this. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് what is the benchmark established by Survey of India Department at an interval of 100 km all over the country with respect to sea level at Mumbai as datum? GTS benchmark. Option A ആണ്. അടുത്തത് what type of leveling is adopted if points are at a great distance apart, the distance of elevation between the points is large and there are obstacles between the points. വലിയ സെന്റൻസ് ആണ്. അത് നിർത്തി വായിച്ചു നോക്കാം. എന്താ വരാത്? റെസിപ്രോക്കൽ 36 റെസിപ്രോക്കൽ ആണോ അതിന്റെ ആൻസർ വരുന്നത്? What is the what type of leveling is adopted if points are at a great distance apart? Fly leveling ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം. Difference between elevation between points is large. അപ്പൊ ഡിഫറൻഷ്യൽ അല്ലേ വരിക? Obstacles between the points എന്താ വരുന്നേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. എന്തിന് ഡിഫറൻഷ്യൽ ആണ് വരിക അല്ലേ? നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്നവരുടെ ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെയാണ്. ഡൗട്ട് ഒന്നുമില്ല, ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെയാണ് വരിക.
What is the leveling if the relative elevation of different points are obtained by measuring vertical angles and horizontal distances? Trigonometric leveling. അടുത്തത് പെർമിസിബിൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്യുറേറ്റ് ലെവലിംഗിലാണ്. ആക്യുറേറ്റ് ലെവലിംഗിൽ ഏതാ കണ്ടീഷൻ വരുന്നത്? ഓപ്ഷൻസ് പറഞ്ഞാൽ മതി. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് 4 എണ്ണവും നമുക്ക് പഠിക്കേണ്ടതാ. ഫസ്റ്റ് ഓപ്ഷൻ ഏതിനാ വരുന്നത്? 0.1 വരുന്നത് ഏതാ? ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. പെർമിസിബിൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് എറർ ഓരോ 4 കണ്ടീഷൻസിലുള്ള റീഡിങ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. വാല്യൂ ഇക്വേഷൻസ് ആണ് വാല്യൂ ആണ് പെർമിസിബിൾ എററിന്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലസ് ഓർ മൈനസ് 0.1 വരുന്നത് ഏതിനാണ്? റഫ് ലെവലിംഗിനാണ്. അത് അതിന്റെ അവിടെ എഴുതി വെക്കുക. റഫ് ലെവലിംഗ് ആണ് 0.1 വരുന്നത്. ഇനി പ്ലസ് ഓർ മൈനസ് 0.006 വരുന്നത് ഏതിനാ? പ്രിസൈസ് ലെവലിംഗിനാണ് 0.006 വരുന്നത്. ഇത് 4 എണ്ണവും പഠിക്കാനുള്ളതാണ് കേട്ടോ. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്യുറേറ്റ് ആണ്. അതിന് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി പ്ലസ് ഓർ മൈനസ് 0.025 വരുന്നത് ഓർഡിനറി ലെവലിംഗിന്. പ്ലസ് ഓർ മൈനസ് 1 വരുന്നത് 0.1 വരുന്നത് റഫ് ലെവലിംഗിന്. പ്ലസ് ഓർ മൈനസ് 0.06 വരുന്നത് പ്രിസൈസ് ലെവലിംഗിന്. പ്ലസ് ഓർ മൈനസ് 0.025 വരുന്നത് ഓർഡിനറി ലെവലിംഗിന്. ആക്യുറേറ്റ് ലെവലിംഗിന് വരുന്നത് 0.012 ആണ് കേട്ടോ. നിങ്ങളുടെ റാങ്ക് ഫയലിൽ ഉണ്ട് ആ 4 വാല്യൂസും ഉണ്ട്. അത് പഠിക്കാം കേട്ടോ. അടുത്തത് 38. What is the 39? What is the difference in level of A and B if backside reading at A is 1.850 meter and foresight reading is 1.33 meter? ഏതാണ് വരാ? ഡിഫറൻസ് ഓഫ് ലെവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എയുടെയും ബിയുടെയും റീഡിങ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടി വരിക? 1.85 മൈനസ് 1.33 ചെയ്താൽ മതി. എത്ര വരെ ആൻസർ വരുന്നത്? 0.520 മീറ്റർ. അടുത്തത് what is the height of collimation if RL of benchmark 95 ആണ്, ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് 2.045 ആണ്. അപ്പൊ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്ര വരെ ആൻസർ വരെ? ഓപ്ഷൻ ഡി. അടുത്തത് which formula is used for arithmetic checking in rise and fall method? rise and fall മെത്തേഡിൽ arithmetic ചെക്കിന് വരുന്ന ഫോർമുല ഏതാണ് തന്നിരിക്കുന്നതിലെ? sigma backside minus foresight which is equal to rise minus sum of fall which is equal to last minus first RL. Okay, അപ്പോൾ ഓപ്ഷൻ ഡി. which of the following is not true? ട്രൂ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? reduce level minus അപ്പൊ ഇതിൽ ഏതാണ് വരിക? ഇതിൽ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ. അപ്പൊ എന്തായാലും ബാക്ക് സൈഡ് പ്ലസ് ഫോർസൈറ്റ് കേട്ടോ. ഡിറ്റർമിനിങ് ദി ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ 2 points. എന്താണ് അതിനെ പറയാ? ലെവൽ ഡിഫറൻസ്. ട്രിഗണോമെട്രിക് ലെവലിംഗ് ഈസ് ഓൾസോ കോൾഡ്. അതിനെന്താ പറയാ? ട്രിഗണോമെട്രിക് ലെവലിന് പറയുന്ന പേര് എന്താ? ഇൻഡയറക്റ്റ് ലെവലിംഗ്. ഓപ്ഷൻ എ. 45. In dash leveling, the first and last point are at a far distance. എവിടെയാണ് വരുന്നത്? അതിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വരാവുന്നത് ഫ്ലൈ ലെവലിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലും ഫ്ലൈ ലെവലിംഗ് ഉണ്ടെങ്കിൽ അതാണ് എടുക്കാവുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെയും ഫ്ലൈ ലെവലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫ്ലൈ ലെവലിംഗ് ആണ് അതിനനുസരിച്ച് വരുന്നത്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രിഗണോമെട്രിക് ലെവലിംഗ്? ട്രിഗണോമെട്രിക് ലെവലിംഗിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഏതായിരിക്കും? തിയോഡലൈറ്റ്. ഓപ്ഷൻ സി. തിയോഡലൈറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദി പോയിന്റ് വേർ 2 റീഡിങ്സ് ആർ ടേക്കൺ. എവിടെയാണ് ബാക്ക് സൈഡ് ഫോർ സൈഡ് എടുക്കുന്നത്? എവിടെയാണ്? ചേഞ്ച് പോയിന്റ്. ഓപ്ഷൻ സി. ഇൻ ഒപ്റ്റിക്കൽ സിസ്റ്റം ദി ലെൻസ് ഓഫ് സിസ്റ്റംസ് ഓഫ് ലെൻസ് ക്ലോസസ്റ്റ് ടു ദി ഒബ്സർവർ സൈഡ് അവിടെ വരുന്നത് ഏതാ? ഐ പീസ്.
IPs ആണ് വരുന്നത്. ഓപ്ഷൻ ബി 48B അല്ലേ IPs. A fixed reference point of non elevation എന്നാണ് വരാ? ബെഞ്ച്മാർക്ക് repeated question ആണ്. The site which is taken between back site and foresight ഏതാണ്? Intermediate site. So ഇവിടെ വെച്ച് നമുക്ക് നിർത്തിയാലോ? ഇന്നത്തെ നിർത്താം. ഈ ആഴ്ച തന്നെ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും കേട്ടോ. സർവേയുടെ ഒരു ക്ലാസ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ ഒരു ക്ലാസ് അല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ലെവലിങ് 85 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കോണ്ടൂർ തുടങ്ങാം. കോണ്ടൂർ ഉണ്ട്, തിയോഡലൈറ്റിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ പോർഷൻസ് ഒക്കെ വായിച്ചോളൂ. തിയറി പോർഷൻസ് നിങ്ങൾ ക്ലാസ് കേട്ട് പഠിച്ചിട്ട് വന്നോളൂ. എന്നാലും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ട്. കേട്ടല്ലോ? അപ്പൊ ക്ലാസ്സുകൾ ഇതിന്റെയൊക്കെ കണ്ടു തീർക്കുക. ഇതിന്റെ ലെവലിങ്, കോണ്ടൂർ, തിയോഡലൈറ്റ്, ഇത്രയും പോർഷൻസിന്റെ ക്ലാസ് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, ആ ചോദിച്ചോ. സർവേയില് 94ന്റെ ആൻസർ എന്താ? ചെയിൻ സർവേയില് 94 കേട്ടോ. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 94 അത് അസിമുത്ത്. ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഒന്നുകിൽ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റന്നേ ഉണ്ടാവും. എന്താണ്? കൂടെ ചോദിച്ചോട്ടെ. ചോദിച്ചു. സർവേയിൽ നമ്മള് 69 ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വിച്ച് സർവീസ് ക്യാരിഡ് ഔട്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, വാട്ടർ സപ്ലൈ? അത് സിറ്റി സർവേ ആണ് വരുന്നത്. അതല്ലേ ചോദിച്ചേ? ആ ക്വസ്റ്റ്യൻ അല്ലേ? ഹലോ, പോയോ അയാള്? ഓക്കെ, എന്നാ ശരി, ലീവ് ചെയ്തോ.